മൗറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാംഗൂലയുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിശാല ഗ്ലോബൽ സൗത്തുമായി ഭാരതത്തെ കോർത്തിണക്കുന്ന മൗറീഷ്യസ് പങ്കാളി മാത്രമല്ല, കുടുംബം ആണ് എന്നുകൂടി പ്രധാനമന്ത്രി പറയുന്നു. മൗറീഷ്യസ് ദേശീയ ദിനാഘോഷങ്ങൾ ഇന്ന് മോദി വിശിഷ്ട അതിഥിയാണ്. മൗറീഷ്യസിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതി അദ്ദേഹത്തിന് ഇന്നലെ സമ്മാനിക്കുകയും ചെയ്തു. ഭാരത സമൂഹത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. മോദിയുടെ 4ാം സത്യപ്രതിജ്ഞാ ചടങ്ങിന് തന്നെ ക്ഷണിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് നവീൻ ചന്ദ്ര കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ആ വാക്കുകളിലേക്ക്. सौभाग्य मिला है। भारत और मॉरिशस पार्टनरशिप केवल हमारे ऐतिहासिक संबंधों तक सीमित नहीं है। ये साझा मूल्यों, आपसी विश्वास और उज्जवल भविष्य के एक समान दृष्टिकोण पर आधारित है। हमारे संबंधों को आपने हमेशा नेतृत्व प्रदान किया है और इसी नेतृत्व के बल पर हमारी साझेदारी हर क्षेत्र में निरंतर मजबूत हो रही है। I recall with great pride and a sense of profound gratitude the unique privilege you so kindly honored me with by inviting me to your first swearing-in ceremony as Prime Minister of India in 2014. I'm hoping you will invite me for the 4th swearing-in as well. I'm immensely proud and honored, Prime Minister, that you have accepted my invitation to grace our National Day celebrations by your presence despite your very heavy schedule. Prime Minister, the bond which links India and Mauritius is eternal and ഭാരതത്തിന്റെ പ്രധാനമന്ത്രി മൗറീഷ്യസ് സന്ദർശിക്കുന്നു. അവിടുത്തെ പരമോന്നത ബഹുമതി അദ്ദേഹത്തിന് സമ്മാനിക്കുന്നു. ഭാരതവും മൗറീഷ്യസും തമ്മിലുള്ള ബന്ധം സുദൃഢമാകുന്ന ചില നീക്കങ്ങളാണ് ഇതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. കൂടുതൽ വിവരങ്ങൾ ഐസൺ. ആയതും ശക്തമായതുമായൊരു ബന്ധമാണ് ഭാരതവും നേരത്തെ തന്നെ മൗറീഷ്യസുമായി ഉള്ളത്. നമുക്കറിയാവുന്നതാണ് മൗറീഷ്യസിൻ്റെ ആ പ്രാധാന്യം ഭാരതം എത്ര കണ്ട് ഗൗരവത്തോടെ കാണുന്നു എന്നത് പ്രധാനമന്ത്രിയുടെ വാക്കുകളിലും അതുപോലെ തന്നെ മൗറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്രയുടെ വാക്കുകളിലും നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ് മൗറീഷ്യസിൻ്റെ ഇപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞതും ഇന്നലെയും മൗറീഷ്യസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ നിലപാടുകളും എല്ലാം തന്നെ പരിശോധിക്കുമ്പോൾ നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കുന്നത് ഇന്നലെയും ഇന്നുമായുള്ള ഈ ചർച്ചകളിലും അതിന് മുന്നോടിയായുള്ള ചർച്ചകളിലും വളരെ കൃത്യമായി പറഞ്ഞത് ഗ്ലോബൽ സൗത്തിൻ്റെ ഭാഗമാകാൻ അല്ലെങ്കിൽ ഗ്ലോബൽ സൗത്തിലെ മികച്ച ശബ്ദമാകാൻ തങ്ങൾക്ക് അവസരം നൽകിയത് ഭാരതമാണ്. അതുകൊണ്ട് തന്നെ ഭാരതം ഏറെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് എന്ന് മൗറീഷ്യസ് വളരെ കൃത്യമായി പറയുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ മൗറീഷ്യസിൻ്റെ ഈ നിലപാട് തന്നെയാണ് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഒരു ആത്മബന്ധം എന്ന് തന്നെ പറയാവുന്ന അടുപ്പത്തിൻ്റെ കാര്യം. മറ്റൊരു സുപ്രധാന വിഷയം എടുത്തു പറയേണ്ടത് മൗറീഷ്യസിലെ ജനസംഖ്യയുടെ വലിയൊരളവും ഭാരതീയരാണ്, ഭാരതീയ വംശജരാണ്. നമുക്കറിയാവുന്നതാണ് മൗറീഷ്യസ് പ്രധാനമന്ത്രിയുടെ ഭാര്യയ്ക്ക് ഇന്ത്യയിലെത്താവുന്നതിനുള്ള വിസ നൽകുന്നത് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നതിനുള്ള നീക്കങ്ങളെല്ലാം തന്നെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇന്നലത്തെ ചടങ്ങുകളിലുണ്ടായി. തീർച്ചയായും ഇന്നലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി സ്റ്റാർ ആൻഡ് കീ ഓഫ് ദ ഇന്ത്യൻ ഓഷൻ എന്ന് പറയുന്ന അവാർഡ്, അതായത് മൗറീഷ്യസിൻ്റെ ഏറ്റവും പ്രധാനമായ സിവിലിയൻ അവാർഡാണ് അദ്ദേഹത്തിന് നൽകി ആദരിച്ചത്. നമുക്കറിയാവുന്നതാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം നയതന്ത്ര തലത്തിലും അതുപോലെ തന്നെ ആഗോള തലത്തിലും ഏറെ പ്രാധാന്യമുള്ളതാണ്, അന്താരാഷ്ട്ര തലത്തിലും. അത് ഏറെ ഗൗരവത്തോടെ തന്നെ നോക്കിക്കാണുന്ന ഒരു രാജ്യങ്ങളുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.